ഹലോ വെൽക്കം ടു ഇന്ത്യൻസ് അക്കാദമി. ഇന്ത്യൻ പോളിറ്റി ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഫസ്റ്റ് വീഡിയോ നമ്മൾ ഇന്നലെ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് കാണാത്തവർ അത് കണ്ടിട്ട് ഈ വീഡിയോ കാണാനായിട്ട് ശ്രമിക്കുക. കാരണം അതിൻ്റെ കണ്ടിന്യൂഷൻ ആണ് ഈ വീഡിയോ എന്ന് പറയുന്നത്. ഇപ്പോൾ ലക്ഷ്മികാന്തിൻ്റെ ഈ വീഡിയോ സീരീസ് ഇനിയും വേണം എന്നുള്ളവർ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റുകളിൽ അറിയിക്കുക. ഓക്കെ, നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. ഇന്നലത്തെ ബാക്കിയാണ്. ഓക്കെ, ഇനി നമുക്ക് പിറ്റ്സ് ഇന്ത്യ ആക്ട് 1784 എന്താണെന്ന് നോക്കാം. ഇതാണ് പിറ്റ്സ് ഇന്ത്യ ആക്ട് 1784. ബ്രിട്ടീഷിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിയമനിർമ്മാണമായിരുന്നു ഈ 1784 പിറ്റ്സ് ഇന്ത്യ ആക്ട് എന്ന് പറയുന്നത്. ബ്രിട്ടീഷ് ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിയമനിർമ്മാണം എന്ന് പറഞ്ഞാൽ 1784 പിറ്റ്സ് ഇന്ത്യ ആക്ട് ആയിരുന്നു. അതനുസരിച്ചിട്ട് ഈ നിയമത്തിന്റെ പ്രധാനപ്പെട്ട സവിശേഷത എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ കമ്പനിയുടെ, അതായത് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ വാണിജ്യപരമായിട്ടുള്ള പ്രവർത്തനങ്ങളെയും രാഷ്ട്രീയപരമായിട്ടുള്ള പ്രവർത്തനങ്ങളെയും രണ്ടായിട്ട് തരം തിരിച്ച ഒരു ആക്ട് ആയിരുന്നു 1784 പിറ്റ്സ് ഇന്ത്യ ആക്ട് എന്ന് പറയുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഈ രണ്ടായിട്ട് തരം തിരിച്ചെന്ന് വെച്ചാൽ കോർട്ട് ഓഫ് ഡയറക്ടർ എന്നുള്ള രീതിയിലും ബോർഡ് ഓഫ് കൺട്രോൾ എന്നുള്ള രീതിയിലും. അപ്പോൾ അത് രണ്ടും എന്താണെന്ന് ഞാൻ ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാം. എന്താണ് കോർട്ട് ഓഫ് ഡയറക്ടർ എന്ന് വെച്ചാൽ? അതായത് കമ്പനിയുടെ നമ്മുടെ വാണിജ്യപരമായിട്ടുള്ള പ്രവർത്തനങ്ങളെ നിയന്ത്രിച്ചിരുന്നത് കോർട്ട് ഓഫ് ഡയറക്ടറും കമ്പനിയുടെ, ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ രാഷ്ട്രീയപരമായിട്ടുള്ള പ്രവർത്തനങ്ങളെ നിയന്ത്രിച്ചിരുന്നത് ഈ ബോർഡ് ഓഫ് കൺട്രോളുമായിരുന്നു. മനസ്സിലായോ? അതായത് പിറ്റ്സ് ഇന്ത്യ ആക്ട് 1784 അനുസരിച്ചിട്ട് നമ്മുടെ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ വാണിജ്യപരവും രാഷ്ട്രീയപരമായിട്ടുള്ള പ്രവർത്തനങ്ങളെ രണ്ടായിട്ട് വേർതിരിച്ചു. അതിൽ വാണിജ്യപരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നിയന്ത്രിച്ചിരുന്നത് കോർട്ട് ഓഫ് ഡയറക്ടറും അതേപോലെ തന്നെ രാഷ്ട്രീയപരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നിയന്ത്രിച്ചിരുന്നത് ബോർഡ് ഓഫ് കൺട്രോളുമാണ്. ഇങ്ങനെയാണ് ഈ രണ്ട് രീതിയിലാണ് തരം തിരിച്ചിരുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കി വെച്ചേക്കുക. എന്താണെന്ന് വെച്ചാൽ, അതായത് ഒരു ഇരട്ട ഭരണ സംവിധാനം, സിസ്റ്റം ഓഫ് ഡബിൾ ഗവൺമെന്റ് കൊണ്ടുവന്നത് എന്താണ്? പിറ്റ്സ് ഇന്ത്യ ആക്ട് 1784 അനുസരിച്ചിട്ടാണ്. ഓക്കെ, ഇന്ത്യയിൽ ആദ്യമായിട്ട് ഒരു ഇരട്ട ഭരണ സംവിധാനം, സിസ്റ്റം ഓഫ് ഡബിൾ ഗവൺമെന്റ് ആദ്യമായിട്ട് വരുന്നത് 1784 പിറ്റ്സ് ഇന്ത്യ ആക്ട് 1784 അനുസരിച്ചിട്ടാണ്. എന്താണ് ഈ ഇരട്ട ഭരണ സംവിധാനം എന്ന് മനസ്സിലായല്ലോ? ഈ കോർട്ട് ഓഫ് ഡയറക്ടറും അതേപോലെ തന്നെ ഈ ബോർഡ് ഓഫ് കൺട്രോൾ എന്ന രീതിയിലും രണ്ടായിട്ട് തരം തിരിച്ചു. അതാണ് ഈ ഇരട്ട ഭരണ സംവിധാനം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു പോയിന്റ് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇനി നമുക്ക് അടുത്ത രണ്ട് പ്രധാനപ്പെട്ട പോയിന്റും കൂടെ ഈ 1784 പിറ്റ്സ് ഇന്ത്യ ആക്ടുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കാനുണ്ട്. എന്താണ്? ഇന്ത്യയിലെ കമ്പനിയുടെ പ്രദേശങ്ങളെ ആദ്യമായി ബ്രിട്ടീഷ് പൊസഷൻസ് ഇൻ ഇന്ത്യ എന്ന് വിശേഷിപ്പിച്ചു. എന്താണ് ഈ ബ്രിട്ടീഷ് പൊസഷൻ ഇൻ ഇന്ത്യ എന്ന് പറഞ്ഞാൽ? നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ, ബ്രിട്ടീഷ് അധീനത പ്രദേശങ്ങൾ. ഇന്ത്യയിലുള്ള ബ്രിട്ടീഷ് അധീനത പ്രദേശങ്ങളെയാണ് ബ്രിട്ടീഷ് പൊസഷൻ ഇൻ ഇന്ത്യ എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യമായിട്ട് എന്താണ് അങ്ങനെ വിശേഷിപ്പിക്കുന്നത്? അതായത് ഇന്ത്യയിലെ കമ്പനിയുടെ പ്രദേശങ്ങളെ, ഇന്ത്യയിലുള്ള ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ പ്രദേശങ്ങളെ ബ്രിട്ടീഷ് പൊസഷൻ ഇൻ ഇന്ത്യ എന്ന് ആദ്യമായിട്ട് വിശേഷിപ്പിക്കപ്പെടുന്നത് ഈ 1784 പിറ്റ്സ് ഇന്ത്യ ആക്ടിലൂടെയാണ് എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കി വെച്ചേക്കുക. അതേപോലെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടിയാണ്, കമ്പനിയുടെ കാര്യത്തിലും, അതായത് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കാര്യത്തിലും ഇന്ത്യയിലെ ഭരണത്തിലും ബ്രിട്ടീഷ് സർക്കാരിന് പരമാധികാര നിയന്ത്രണം അല്ലെങ്കിൽ സുപ്രീം കൺട്രോൾ ലഭിച്ചത് ഈ 1784 പിറ്റ്സ് ഇന്ത്യ ആക്ടിലൂടെയാണ്. എന്താണ്? നമ്മുടെ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കാര്യത്തിലും ഇന്ത്യയിൽ ഭരിക്കുന്ന കാര്യത്തിലും നമ്മുടെ ബ്രിട്ടീഷ് ഗവൺമെന്റിന് പരമാധികാര നിയന്ത്രണം ലഭിക്കുന്നത് അല്ലെങ്കിൽ സുപ്രീം കൺട്രോൾ ലഭിക്കുന്നത് ഈ പിറ്റ്സ് ഇന്ത്യ ആക്ടിലൂടെയാണ്. 1784 വർഷം ഇമ്പോർട്ടന്റ് ആണ്. 1784 പിറ്റ്സ് ഇന്ത്യ ആക്ട്. അപ്പോൾ ഈ രണ്ട് പോയിന്റും ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ ഓർത്തിരിക്കുക. ഇത്തരം കാര്യങ്ങൾ ക്ലിയർ ആയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, അടുത്തത് 1786 ആക്ട് ആണ്. അതായത് ആക്ട് ഓഫ് 1786. വളരെ സിമ്പിൾ ആണ്. രണ്ട് പോയിന്റ് നമുക്ക് പഠിച്ചാൽ മതി. അതായത് 1786 ഈ ആക്ട് അനുസരിച്ചിട്ട് നമ്മുടെ ലോർഡ് കോൺവാലിസിനെ, ആരാണ്? ലോർഡ് കോൺവാലിസിനെ നമ്മുടെ ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ ആയിട്ട് നിയമിച്ചു. ഓക്കെ, എന്താണ്? ലോർഡ് കോൺവാലിസിനെ ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ ആയിട്ട് നിയമിച്ചു. പക്ഷേ ആ ഒരു നിയമനത്തിന് പിന്നിൽ അദ്ദേഹം രണ്ട് വ്യവസ്ഥകൾ വെച്ചിട്ടുണ്ടായിരുന്നു. എന്താണ്? അങ്ങനെ ഈ ഗവർണർ ജനറൽ ആവണം എന്നുണ്ടെങ്കിൽ രണ്ട് വ്യവസ്ഥകൾ അദ്ദേഹം വെച്ചിട്ടുണ്ടായിരുന്നു. എന്താണ് ഈ രണ്ട് വ്യവസ്ഥകൾ? അതായത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു, ഗവർണർ ജനറലും കൂടെ കൗൺസിലും ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞല്ലോ. ആ കൗൺസിലിന്റെ ഭൂരിപക്ഷ തീരുമാനമാണ് അവസാനം ഒരു ഒപ്പീനിയൻ അല്ലെങ്കിൽ തീരുമാനമായിട്ട് അവർ അംഗീകരിക്കുന്നത്. എന്നാൽ ഇത് അംഗീകരിക്കാൻ ലോർഡ് കോൺവാലിസിന് പറ്റുന്നുണ്ടായിരുന്നില്ല. അദ്ദേഹം എന്താണ് പറഞ്ഞത്? ഈ കൗൺസിലിന്റെ തീരുമാനങ്ങളെ, കൗൺസിൽ എടുക്കുന്ന തീരുമാനങ്ങളെ മറികടക്കാനുള്ള ഒരു അധികാരം അദ്ദേഹത്തിന് വേണം. പിന്നെന്താണ്? അദ്ദേഹത്തെ കമാൻഡർ ഇൻ ചീഫ് ആയിട്ട് നിയമിക്കണം. എങ്കിൽ മാത്രമേ അദ്ദേഹം എന്താണ് ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ എന്ന പദവി ഏറ്റെടുക്കാനായിട്ട് തയ്യാറാവുകയുള്ളൂ എന്ന് പറഞ്ഞു. അത് അവർ അംഗീകരിക്കുകയും ചെയ്തു. അപ്പോൾ ആ ഒരു പോയിന്റ് മനസ്സിലായല്ലോ. ലോർഡ് കോൺവാലിസ് 1786 ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ ആയിട്ട് വരുന്നുണ്ട്. പക്ഷേ എന്താണ്? അദ്ദേഹം രണ്ട് നിബന്ധനകളാണ് വെച്ചത്. അതായത് കൗൺസിൽ എടുക്കുന്ന തീരുമാനങ്ങളെ മറികടക്കാൻ അദ്ദേഹത്തിന് അധികാരം വേണം. പിന്നെ എന്താണ്? അദ്ദേഹത്തെ കമാൻഡർ ഇൻ ചീഫ് ആയിട്ട് നിയമിക്കുകയും വേണം. ആ രണ്ട് പോയിന്റും ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ ഓർത്തിരിക്കുക. ഇനി അടുത്തത് 1793
ചാർട്ടർ ആക്ട് ആണ്. ഓക്കെ, ചാർട്ടർ ആക്ട് ഓഫ് 1793. ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ഇപ്പോൾ പറഞ്ഞല്ലോ, അതായത് കോൺവാലിസ് ചില നിബന്ധനകൾ വെച്ചു എന്ന് പറഞ്ഞല്ലോ. ആ 2 നിബന്ധനകൾ എന്താണെന്നും ഞാൻ പറഞ്ഞല്ലോ. ആ നിബന്ധനകൾ, ആ കോൺവാലിസിന് കൊണ്ടുവന്ന ആ നിബന്ധനകൾ എന്താണ്, ഇനി വരാൻ പോകുന്ന ഗവർണർ ജനറൽമാരിലേക്കും വ്യാപിപ്പിച്ചു. ഓക്കെ, ഇനി വരാൻ പോകുന്ന ഗവർണർ ജനറൽമാരിലേക്കും ഈ കോൺവാലിസ് കൊണ്ടുവന്ന ആ നിബന്ധന അല്ലെങ്കിൽ ആ അധികാരങ്ങൾ വ്യാപിപ്പിക്കുകയാണ് ചെയ്തത്. ഏതിലൂടെ? 1793 ചാർട്ടർ ആക്ടിലൂടെ. നിങ്ങൾക്ക് മനസ്സിലായല്ലോ ആ ഒരു പോയിന്റ്. ഇനി എന്താണ്, കമ്പനിയുടെ ഇന്ത്യയിലെ വ്യാപാര കുത്തക, അതായത് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഇന്ത്യയിലെ വ്യാപാര കുത്തക അടുത്ത 20 വർഷത്തേക്ക് കൂടി നീട്ടുകയുണ്ടായി ഈ 1793 ചാർട്ടർ ആക്ട് അനുസരിച്ചിട്ട്. അപ്പോൾ 2 പോയിന്റ് എന്തൊക്കെയാ പറഞ്ഞത്? അതായത് കോൺവാലിസിന് കൊടുത്ത അല്ലെങ്കിൽ കോൺവാലിസ് കൊണ്ടുവന്ന ആ നിബന്ധനകൾ, ആ അധികാരങ്ങൾ ഇനി വരാൻ പോകുന്ന ഗവർണർ ജനറൽമാരിലേക്ക് വ്യാപിപ്പിച്ചു ഈ 73 ചാർട്ടർ ആക്ട് അനുസരിച്ചിട്ട്. പിന്നെന്താണ്, ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഇന്ത്യയിലെ വ്യാപാര കുത്തക അടുത്ത 20 വർഷത്തേക്ക് കൂടി നീട്ടുകയും ചെയ്തു 1793 ചാർട്ടർ ആക്ട് അനുസരിച്ചിട്ട്. മാത്രമല്ല എന്താണ്, നമ്മുടെ ബോംബെ പ്രസിഡൻസിയിലെയും മദ്രാസിലെയൊക്കെ പ്രസിഡൻസിയിലെ ഗവർണർ ജനറൽമാരിലേക്കും അവരുടെ കൂടുതൽ അധികാരങ്ങൾ ഈ 1793 ആക്ട് അനുസരിച്ചിട്ട് കൊണ്ടുവരികയും ചെയ്തു. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഈ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇത് മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ റിപ്പീറ്റ് അടിച്ച് ജസ്റ്റ് നോക്കി അത് മനസ്സിലാക്കുക. ഓക്കെ, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ ഇതിൻ്റെ ബാക്കി കാണാം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെങ്കിലും അത് കമൻറ്റിൽ അറിയിക്കുമല്ലോ. താങ്ക്